മക്കളെ ഇത് മീൻ കറിക്ക് അരക്കാനിടുന്നത് ഒരു തേങ്ങക്ക് ഞാൻ ഇതപ്പോ എത്ര 7 മുളിട്ടിന് 8 മുളിട്ടിന് 8 മുളിട്ടിന് അത്ര ഇടുന്നു. തേങ്ങയിൽ ചേർച്ച് ഇത് എന്തെങ്കിലും ഒരു തേങ്ങ ഇട്ടത് ഇപ്പൊ ഞങ്ങൾ അരച്ചിട്ട് അരപ്പും ഇതേപോലെ തിളപ്പിച്ചിട്ട് എടുത്തേക്കും കുറച്ച്. പിന്നെ കുറച്ച് പക്കായ ഞങ്ങൾ ഒരു ക്യാരറ്റും ഒരു തേങ്ങ ഇട്ടതാ. ഇത്ര കൊത്തമ്പാരി ഇട്ട് അമ്മ ഇതും പറഞ്ഞിരുന്നു എന്റെ മോളോട് ആരോ കാട്ടിക്കൊണ്ടു ഉള്ളന്മാരാൻ കുപ്പയില മഞ്ഞപ്പൊടി ഇട്ട് ഇനി വയ്യയില് ഒരു നുള്ളി പെരുജീരകം ഇടണം. പെരുജീരകം 2 ഉലുവാത്തിന്റെ മണി 3 അത്ര മതി. ഇങ്ങോട്ടേക്കും വേണ്ട. അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടി ജ്യൂസിലായെങ്കിലും പിന്നെ അരക്കാം. ജ്യൂസിലായെങ്കിലും കുറച്ച് സമയം ബിയാരി കേട്ടോ. നല്ല പച്ച തേങ്ങ വേണമെങ്കിൽ ബിയാരി ആകാൻ വേണ്ടി ഗ്രൈൻഡറിൽ പൊടിച്ചിട്ടിട്ടോ ജ്യൂസിൽ. ഇതെല്ലാം ഇങ്ങനെ എടുത്തൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നു മക്കളെ. ഞാൻ ഇടിമോൾ തന്നെ ഇടുന്നത്. എന്റെ കണക്ക് ഇത് ഇടിമോള് ഇവിടെ പൊടിയിട്ടിട്ട് വെക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ഏടുന്നു. ഞാനെല്ലാം ഇടി തന്നെ. ഞാൻ പൊടി ഉപയോഗിക്കല്ല. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പൊടി മാത്രം. അതും മുളകുപൊടി ഞാൻ ഉണ്ടാക്കിയത് ഉപയോഗിക്കല്ല. ഞാൻ അരച്ച മുളന്നെ ഇടിമോളന്നെ. വെള്ളം കുറച്ച് കൂട്ടണം. അതില് നോക്കി കൂട്ടണം. ഫസ്റ്റ് തന്നെ കുറെ കൂട്ടിക്കൂടെ. ഇത് അരിഞ്ഞിട്ട് എടുക്കുന്നത് ഇത്ര ഉരുവാടുന്നതിലേക്ക് പിന്നെ പെരിഞ്ചീരകം. എത്ര പെരിഞ്ചീരകം ഉണ്ട് എന്തെങ്കിലും. ഇതെല്ലാവർക്കും അറിയാലോ പൊണ്ണുമാർ. ഇത് നിങ്ങൾ മീൻ കറിന്റെ കാട്ടിക്കുന്നതാണ്. അത് ഞാൻ മീൻ കറി അങ്ങനെ കാട്ടിക്കുന്നതല്ല. എന്തുകൊണ്ടില്ല ആരോ ഒരു കുഞ്ഞി ചോദിച്ചിരുന്നത് എന്റെ മോളോട് ഇപ്പം മീൻ കറി വെക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുകൊണ്ട് ഇപ്പൊ എന്നെ പോലത്തെ കൊണ്ടുങ്ങ പറയും ഇത് നിങ്ങൾ മീൻ കറി വെക്കുന്ന കാട്ടിക്കുന്നതാണ്. ഫസ്റ്റ് കട്ടിയിലെടുത്ത് എന്നിട്ട് ആ കല്ല് കഴിച്ച് വെള്ളം എടുത്ത് എന്നിട്ട് ഇതിപ്പോ എന്താക്കുന്നതിന് മുള വരച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തേക്കണം മക്കളെ. അപ്പൊ എടുത്തേക്കുന്നെങ്കിൽ കുറച്ച് കട്ടിയിലാണ്. എന്ത് ഫ്രിഡ്ജിലമ്മ വെക്കുമ്പോ ഇതായിപ്പോവല്ലോ. വയ്യെന്ന് വെള്ളമായിപ്പോവല്ലോ. പിന്നെ വയ്യ വെള്ളം കൂട്ടാ. അത് കുറച്ച് ഞങ്ങൾക്ക് എടുത്തേക്കാനുണ്ട്. ഇതെല്ലാം വേണ്ട ഞങ്ങൾക്ക്. ഇന്നലെ വെച്ച കറിയെല്ലാം അങ്ങനെ ഇടണം ഒഴിഞ്ഞിട്ട്. ഇന്നിപ്പോ ഞങ്ങൾ പിന്നെ ഇത് പുളിവെള്ളം ഓട്ടംപുളി. അത് ഇത്ര പുളി ഇട്ടു. ഇതൊരു തക്കാളി ഇടുന്ന. ഇനി പാകത്തിനുള്ള ഉപ്പിടുന്ന. ഉപ്പിടാല്ലോ കാട്ടിക്കാനുണ്ട്. ഉപ്പെല്ലാം പാകത്തിലിട്ട് വയ്യ നോക്കിയിട്ടാ മതി. ഇത് ഫ്രിഡ്ജിൽ ഇത് കോരിച്ച് വെക്കുന്നു. തണിഞ്ഞിട്ടാകുമ്പോ നാളെയായിട്ട് വെക്കാലോ. അപ്പൊ അതുകൊണ്ട് ഇത്ര കട്ടിയിൽ എടുത്ത. അല്ല ഇത്ര കട്ടിയാക്കണ്ട. കുറച്ച് ലൂസാക്കിയെങ്കിൽ കറി ഒരു ക്ലാവ് കോട്ടിന് തന്നെ എന്റെ മോള് ചോദിക്കുന്നുണ്ട്. 2 ആളെ എന്നോട് ചോദിച്ചിരുന്നു വന്നു. അതുകൊണ്ട് ഞാൻ കാണിച്ചത്. നീ കറിന്റെ മടുക്കണോന്ന് തന്നെ പറഞ്ഞു. ഇതാ മനസ്സിലായി മഴ. ഇതാ നോക്കാം. ഈ പാകം എല്ലാം കാട്ടിക്കണം ഇതാക്കണം എന്നിട്ട് പറയും എന്താക്കാനിതാ മീനുണ്ട്. മീനിശ്ശേരി. ഇത് എല്ലാവരും പറയും ഇപ്പൊ നോമ്പിലേക്ക് ഇത് വെച്ചേക്കുന്നതാണ്. ഇല്ല മക്കളെ നോമ്പിലേക്ക് വെച്ചിട്ടാ. ഇതിപ്പോ ഞങ്ങൾ എടുത്തതില്ല. കല്ലിലപ്പ ദിവസം ഇറക്കുന്നതിന് 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ തിളപ്പിക്കാത്തി. നോമ്പിലേക്ക് വെച്ചെങ്കിൽ നല്ലത്. എല്ലാവരും നാട്ടിൽ നിന്ന് അരച്ചിട്ട് കൊണ്ടിരുന്നവരും കൊടുത്തേക്കുന്നവര് മക്കൾക്ക് അരപ്പ് വരാൻ. ഞങ്ങളില്ല മക്കളെ. ഇത് നോമ്പിലേക്ക് അരച്ചൊന്നും വയസ്സുമില്ല. ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടാ. ഇത് തിളച്ചോണ്ട് വരുമ്പോ കറിച്ചപ്പര ഇട്ട് പിന്നെ ഉള്ളി നിങ്ങക്ക് വേണമെങ്കിൽ ഉള്ളി ഇട്ടോ. അത് കുറച്ച് ഇട്ടില്ല. ഒരു ബാറിട്ടിന് കുറെ ഇടല്ല. എല്ലാവർക്കും ഉള്ളി പറ്റുന്നില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോ ഉള്ളി. കറി കണ്ട നിങ്ങൾ തറക്കുമ്പോ നോക്കിയോ നല്ല കറി. ഇതാ ഇങ്ങനെയാണ് കറി വെക്കണ്ട. ഇത് ജ്യൂസിലാക്കുന്നെങ്കിൽ ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ അരച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വേണ്ട 4 മുള ഇട്ടിട്ടാ 2 മുള ഇട്ടിട്ടാ 3 മുള ഇട്ടിട്ടാ എങ്ങനെ വേണമെങ്കിൽ വെച്ചോ.